ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റേജസ് ആണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് മാൻ പവർ, ദെൻ സെക്കൻഡ് വൺ ക്വാളിറ്റി ഓഫ് മാൻ പവർ. അതായത് എത്ര എണ്ണം എംപ്ലോയീസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈഡിംഗ് ദി ടാർഗറ്റ് വിച്ച് മസ്റ്റ് സ്പെസിഫൈ ദി നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയി റിക്വയർഡ്. ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്പർ ഓഫ് എംപ്ലോയി റിക്വയർഡ്, ദെൻ സെക്കൻഡ് വൺ ടൈപ്പ് ഓഫ് എംപ്ലോയി റിക്വയർഡ്. ഈ റിക്രൂട്ട്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോബ് അനാലിസിന്റെയും മാൻ പവർ പ്ലാനിങ്ങിന്റെയും ഹെൽപ്പ് തേടാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി. നിങ്ങളൊരു റിക്രൂട്ട്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഒരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി തയ്യാറാക്കാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജിയിൽ ഉണ്ടാവുക നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദി റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് വെദർ ദ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി, ദെൻ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ദി ടൈം ടേക്കൺ ഫോർ റിക്രൂട്ട്മെന്റ്. 4 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജിയിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, വെദർ ദ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി. അതായത് എംപ്ലോയീസിനെ ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട് ചെയ്യണോ അല്ല എക്സ്റ്റേണൽ സോഴ്സ് റിക്രൂട്ട് ചെയ്യണോ എന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ തീരുമാനിക്കുന്നു. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയാം. ഓർഗനൈസേഷന് പുറത്തു നിന്നാണ് നിങ്ങൾ എംപ്ലോയീസിനെ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതായത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ദെൻ നെക്സ്റ്റ് വൺ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതായത് ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ദെൻ ലാസ്റ്റ് വൺ ടൈം ടേക്കൺ ഫോർ റിക്രൂട്ട്മെന്റ്, അതായത് റിക്രൂട്ട്മെന്റിന്റെ ഒരു ടൈം പീരീഡ് നിങ്ങൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാവുക. ഓക്കെ, ദെൻ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് ദാറ്റ് ഈസ് സെർച്ചിങ്. അതായത് നമ്മൾ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെർച്ചിങ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് റിസീപ്റ്റ് ഓഫ് പേഴ്സണൽ റിക്വസിഷൻ, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻഫർമേഷൻ. ഒന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റും ഇത്ര എണ്ണം എംപ്ലോയീസ് ആണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഇന്ന ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസ് ആണ് നമുക്ക് വേണ്ടതെന്ന് ഒരു പേഴ്സണൽ റിക്വസിഷൻ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഈ പേഴ്സണൽ റിക്വസിഷന്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ മീഡിയാസിലും അവർ അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് പബ്ലിക്കിലേക്ക് കൃത്യമായി എത്തിക്കുന്നു. ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെർച്ചിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിസീവിംഗ് ദ പേഴ്സണൽ റിക്വസിഷൻ ഫ്രം ദി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് വിത്ത് ദി പബ്ലിക്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് സ്ക്രീനിങ്. നിങ്ങൾ മാൻ പവറിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണെന്ത്, സ്ക്രീനിങ്. അതായത് നിങ്ങൾ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പബ്ലിക്കിലേക്ക് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് എത്തിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്നും ജോബ് സീക്കേഴ്സ് എന്ത് ചെയ്യും, അവരവർക്ക് അനുയോജ്യമായ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഈ അപ്ലിക്കേഷൻ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യും അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ക്രീനിങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, സ്ക്രീനിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഫിൽട്ടറിംഗ് ദി അപ്ലിക്കേഷൻസ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫോർ ദി ഫർദർ സെലക്ഷൻ പ്രോസസ്. അതായത് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, സെലക്ഷൻ ആണ്. അപ്പോൾ സെലക്ഷന് വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടിയ അപ്ലിക്കേഷൻസ് ഫിൽട്ടർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് സ്ക്രീനിങ്ങിൽ നടക്കുന്നത്. ഇതിനെ മറ്റൊരു പേര് കൂടി വിളിക്കും, ദാറ്റ് ഈസ് ഷോർട്ട് ലിസ്റ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഫൈനൽ സ്റ്റേജ് ഇവാലുവേഷൻ.
സ്ക്രീനിങ്ങോടുകൂടി യഥാർത്ഥത്തിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവസാനിച്ചു. പക്ഷെ അവസാനമായി എന്ത് ചെയ്യുന്നു, ഒരു ഇവാലുവേഷൻ കൂടി നടത്തുന്നു. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് evaluating the effectiveness of recruitment process on the basis of cost of recruitment, time taken for recruitment, methods of recruitment. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് കോസ്റ്റ്, ദെൻ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈം, ദെൻ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ സക്സസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുകയാണ് അഞ്ചാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ഉള്ളത്. ദെൻ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ദെൻ ഫസ്റ്റ് സ്റ്റേജ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് മാൻ പവർ, സെക്കൻഡ് വൺ ക്വാളിറ്റി ഓഫ് മാൻ പവർ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് റിക്വയർഡ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രാറ്റജി. ഒരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ എന്തൊക്കെ തീരുമാനിക്കുന്നത്, മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ ടൈം ടേക്കൺ ഫോർ റിക്രൂട്ട്മെന്റ്, ദെൻ ഇന്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. ദെൻ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് തീരുമാനിക്കുന്നു. ഇതൊക്കെ നമ്മൾ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജിയിലാണ് തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് സെർച്ചിങ്. സെർച്ചിങ്ങിൽ 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ റിസീപ്റ്റ് ഓഫ് personal requisition from different departments, second one communicating the recruitment details with the public. The next one screening. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് സ്ക്രീനിങ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫിൽട്ടറിംഗ് ഓഫ് ദി അപ്ലിക്കേഷൻസ്. ദ നെക്സ്റ്റ് വൺ ഇവാലുവേഷൻ. അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റിംഗ് ദി സക്സസ് ഓർ എഫക്റ്റീവ്നെസ് ഓഫ് ദി റിക്രൂട്ട്മെന്റ് പ്രോസസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ടൈം ടേക്കൺ ഫോർ റിക്രൂട്ട്മെന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്.